ഭീകരരൊക്കെ തന്നെ ഒന്നിച്ച് നീങ്ങുന്നു. ഒരു വലിയ പടപ്പുറപ്പാട് ഭാരതത്തിനെതിരായി നടത്തുന്നുവെന്നുള്ള സൂചന ഇതിനോടകം തന്നെ നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗം നൽകി കഴിഞ്ഞിരിക്കുകയാണ്. എന്തിനും സജ്ജമായി തന്നെയാണ് ഇന്ത്യൻ സേനയും മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. POKയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇനിയും പോർമുനകൾ തീ തുപ്പുന്നതിൽ യാതൊരു ദയാദാക്ഷിണ്യം കാട്ടില്ല എന്നുള്ള താക്കീത് കൂടി അവസരത്തിൽ നൽകുകയാണ്. 1-10 തന്നെ ഇനി തിരിച്ചടി ഉണ്ടാകും. പാകിസ്ഥാൻ ഭീകര സംഘടനകളായിട്ടുള്ള ലഷ്കർ-ഇ-തയ്യബയും ജെയ്ഷെ മുഹമ്മദും ഒക്കെ ഒരു സംയുക്ത യോഗം നടത്തി മുന്നോട്ട് പോകുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. നേരത്തെ തന്നെ ഇതിന്റെ സൂചനകൾ ലഭിച്ചിരുന്നു. ലഷ്കർ ഡെപ്യൂട്ടി ചീഫ് സൈഫുള്ള കസൂരി ജെയ്ഷെ മുഹമ്മദിന്റെ ശക്തി കേന്ദ്രമായിട്ടുള്ള ബഹാവൽപൂരിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തിയെന്നും ഇന്ത്യൻ രഹസ്യാന്വേഷണ സംവിധാനം കൃത്യമായി തന്നെ അത് നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ എന്തിനാണ് ഈ ഭീകര സംഘടനകൾ അവിടെ ഒരു രഹസ്യ യോഗം ചേർന്നത്? അവരുടെ നീക്കം എന്താണ്? അത് പ്രതിരോധിക്കാനും അതിനെ തടയിടാനും വേണ്ടിയുള്ള അതീവ ജാഗ്രതയിൽ തന്നെയാണ് സുരക്ഷാ സന്നാഹങ്ങൾ നിലവിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. എന്തു ഭാവിച്ചുള്ള നീക്കങ്ങൾ എന്ന കരുതൽ തന്നെയാണ് സേനകൾക്ക് മുന്നിലുള്ളത്. ഭീകര നേതാക്കൾ തമ്മിലുള്ള പതിവ് കൂടിക്കാഴ്ചയായി ഇതിനെ കാണാനും ഏജൻസികൾ തയ്യാറാകുന്നില്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ. അസം മുനീർ പാകിസ്ഥാന്റെ തന്നെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തേക്ക് പരമോന്നത സൈനിക മേധാവിയായി മാറുന്ന ഘട്ടത്തിൽ ഇന്ത്യക്കെതിരായിട്ടുള്ള കൊലവിള നടത്താൻ ഒട്ടും തന്നെ മടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്ത്യയെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ത്യക്ക് ഒരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ടായിരുന്നു അദ്ദേഹം ആ സ്ഥാനം ഏറ്റെടുത്തത്. ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് സൈഫുള്ള കസൂരി ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറുമായി ഒരു കൂടിക്കാഴ്ച നടത്താൻ പതിവായി തന്നെ ബഹാവൽപൂർ സന്ദർശിക്കാറുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ബഹാവൽപൂരിലെ ഭീകര കേന്ദ്രങ്ങളെയൊക്കെ തന്നെ ചുട്ടുചാമ്പലാക്കിയിരുന്നു ഇന്ത്യൻ സേന. അവിടെ വീണ്ടും അവ പടുത്തുയർത്താനായി കോടിക്കണക്കിന് രൂപയാണ് പാകിസ്ഥാൻ സർക്കാർ ചെലവിട്ടതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അടുത്തതായി ഭാരതത്തെ ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുക എന്നതിനു വേണ്ടി ഈ രണ്ട് ഭീകര ഗ്രൂപ്പുകളും ഇനി ഒറ്റക്കെട്ടായി തന്നെ മത്സരിക്കാൻ, ഒറ്റക്കെട്ടായി തന്നെ ആക്രമിക്കാനുള്ള നീക്കം തന്നെയാണ് നിലവിലുള്ളത്. അവരുടെ ഏകോപനത്തിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾക്കായിട്ടാണ് ഉന്നത നേതാക്കൾ തമ്മിലുള്ള കൂടിക്കാഴ്ച ഇപ്പോൾ നടത്തിയെന്നാണ് വിലയിരുത്തുന്നത്. ഈ നീക്കങ്ങൾക്ക് തുടർച്ചയുമുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന് മുന്നേ തന്നെ കസൂരി ബഹാവൽപൂരിലേക്ക് ഒരു രഹസ്യ സന്ദർശനം നടത്തി. അവിടെ ഭീകരപ്രവർത്തനങ്ങളുടെ സംയുക്ത ആസൂത്രണത്തെക്കുറിച്ച് ലഷ്കർ-ഇ-തയ്യബയും ജെയ്ഷെ മുഹമ്മദും തമ്മിൽ ചർച്ചകൾ നടത്തി. ആ രീതി നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമാനമായ സഹകരണത്തെക്കുറിച്ചുള്ള ആശങ്കകൾ തന്നെയാണ് വർദ്ധിപ്പിക്കുന്നത്. ഇവർ എന്തിനാണ് ഈ കൂടിക്കാഴ്ച നടത്തുന്നത്? ഇനി അതോ കൂടിക്കാഴ്ച നടത്തി കബളിപ്പിക്കാനുള്ള ശ്രമമാണോ എന്ന രീതിയിലുള്ള സംശയങ്ങൾ ഉയരുന്നുണ്ട്. ഇനി മറ്റു രീതിയിൽ മതപരമായ ഒത്തുചേരലായും ഈ യോഗങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട്. സൈഫുള്ള കസൂരി പങ്കെടുക്കുന്ന പരിപാടിയുടെ പേര് സീറത്ത്-ഇ-നബി സാഹിഖ് അൽ-ബുഖാരി എന്നാണ്. ബഹാവൽപൂരിലെ ജാമിയ ഉമ്മു അബ്ദുൽ അസീസ്, തൗഫീഖ് ചൗക്ക്, അഹമ്മദുൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലാണ് ഇത് നടക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഭീകരരുടെ ഭാര്യമാരെ തീവ്രവാദ സംഘടനകളിലേക്ക് റിക്രൂട്ട് ചെയ്യുകയും അവർക്ക് ട്രെയിനിങ് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ മേഖലകളിൽ വനിതാ ഭീകരരുടെ പങ്കാളിത്തം കൂടി ഇപ്പോൾ എടുത്തു കാണിക്കുന്നത്. സുരക്ഷ കൂടുതൽ കനപ്പിച്ച് തന്നെയാണ് സുരക്ഷാ ഏജൻസികൾ മുന്നോട്ട് പോകുന്നത്. ഭാരതത്തിനെതിരെ പുതിയൊരു ഗൂഢാലോചന അവരുടെ അണിയറയിലുണ്ട് എന്ന സംശയം ഇപ്പോൾ ബലപ്പെടുത്തുകയാണ്. ഇന്ത്യൻ സുരക്ഷാ സേന LETയും ജെയ്ഷെ മുഹമ്മദും ഉൾപ്പെടുന്ന പ്രവർത്തനങ്ങളെ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഈ വർഷത്തെ ഇന്ത്യൻ സന്ദർശനം ഒരു പ്രധാനപ്പെട്ട സംഭവമായി തന്നെ ലോകമാധ്യമങ്ങൾ പോലും കൊട്ടിഘോഷിച്ചിരുന്നു. അത് ഏറെ പ്രാധാന്യം അർഹിക്കുന്നത് അദ്ദേഹം ഇവിടെ എത്തി പങ്കുവച്ച ചില കാര്യങ്ങളിലാണ്. പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിനുള്ള ഒരുക്കങ്ങൾ നേരത്തെ തന്നെ ആരംഭിക്കുകയും ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് മോസ്കോയിൽ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ വേണ്ട വിധത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആയുധ നിർമ്മാണ കമ്പനികളിലെ ഉദ്യോഗസ്ഥരും റഷ്യയിൽ ഉന്നത ഉദ്യോഗസ്ഥർക്കൊപ്പം തന്നെ തമ്പടിച്ചു എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ലക്ഷ്യം വയ്ക്കുന്നത് മറ്റൊന്നുമല്ല, ഒരു വലിയ ആയുധപ്പുരയായി ഇന്ത്യയെ മാറ്റിയെടുക്കുക. ഇന്ത്യൻ ആയുധ നിർമ്മാണ കമ്പനികളിൽ നിന്നുള്ള 1/2 ഡസനിലധികം ഉദ്യോഗസ്ഥരായിരുന്നു റഷ്യൻ ആയുധ കമ്പനികളുമായിട്ടുള്ള സംയുക്ത സംരംഭങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട യോഗത്തിൽ ഒരേ സമയം പങ്കെടുത്തത്. ഈ വിവരമാണ് സുപ്രധാനമായി അമേരിക്കയ്ക്കടക്കം ചങ്കെടുപ്പ് വർദ്ധിപ്പിക്കുന്നത്. ആയുധ വിപണിയിൽ പ്രതിരോധ രംഗത്ത് ഇന്ത്യ വാണിജ്യ താൽപ്പര്യത്തോടുകൂടി മുന്നിട്ടിറങ്ങുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ പ്രതിരോധ കോട്ട കൂടുതൽ ശക്തിപ്പെടുത്തുന്നു, ബലപ്പെടുത്തുന്നു. റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് അദാനി ഡിഫൻസ്, ഭാരത് ഫോർജ് എന്നിവ ഉൾപ്പെടെ ഇന്ത്യയിലെ പ്രമുഖ മുൻനിര ആയുധ നിർമ്മാണ കമ്പനികളിലെ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ റഷ്യയിൽ നടന്ന ഈ അത്യപൂർവ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഇന്ത്യയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സംയുക്ത സംരംഭങ്ങൾ സ്ഥാപിക്കാനുള്ള സാധ്യതകൾ തന്നെ ഈ സന്ദർശനത്തോടുകൂടി ലക്ഷ്യത്തോടുകൂടി ആയിരുന്നു കൂടിക്കാഴ്ച നടത്തിയത്. 2022 റഷ്യ-ഉക്രൈൻ സംഘർഷം തുടങ്ങിയ മുതൽ തന്നെ ഇന്ത്യ പലതവണയായി റഷ്യയുമായി പല ആയുധ വിപണന കരാറുകളിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു.
എന്നാൽ ഈ സംഘർഷം ആരംഭിച്ചതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ വലുതും അപൂർവമായിട്ടുള്ള കൂടിക്കാഴ്ചയായി ഇതിനെ വിലയിരുത്തേണ്ടിയിരിക്കുന്നു. അതുകൂടാതെ പുടിൻ്റെ 2021 ശേഷമുള്ള ആദ്യത്തെ ഇന്ത്യൻ സന്ദർശനവും, പുടിൻ്റെ ഇന്ത്യൻ സന്ദർശനത്തിന് തൊട്ടു മുൻപായിരുന്നു ഈ കൂടിക്കാഴ്ചകളും. റിപ്പോർട്ട് അനുസരിച്ച് റഷ്യയിലെ ഈ കൂടിക്കാഴ്ച ഒക്ടോബർ അവസാന മാസത്തിലായിരുന്നു സംഘടിപ്പിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന പദ്ധതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെന്നതിൻ്റെ വ്യക്തമായ തെളിവ്. ഇന്ത്യ ഒരു ആഗോള നിർമ്മാണ ഹബ്ബാക്കി അദ്ദേഹം മാറ്റിയെടുക്കുമെന്ന ഒരു സൂചന കൂടി ഈ ഘട്ടത്തിൽ പുറത്തുവിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് കാര്യമായ പ്രാധാന്യം നിലവിൽ കൽപ്പിക്കപ്പെടുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ സായുധ സേന ഉപയോഗിക്കുന്ന ആയുധങ്ങളുടെ ഏകദേശം 36% റഷ്യൻ നിർമ്മിതിയാണ്. റഷ്യയിൽ നടന്ന യോഗത്തിൽ MiG-29 യുദ്ധവിമാനങ്ങളുടെ സ്പെയർ പാർട്സ് ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിനെക്കുറിച്ചും മറ്റ് റഷ്യൻ വംശജരായിട്ടുള്ള വ്യോമ പ്രതിരോധ ആയുധ സംവിധാനങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ത്യയിൽ അത്തരം ഉപകരണങ്ങൾ സംയുക്തമായി നിർമ്മിക്കാനും റഷ്യ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മോസ്കോ പിന്നീട് ഒരുപക്ഷെ ഇത് ഇറക്കുമതി ചെയ്തേക്കുമെന്ന സൂചനയുമുണ്ട്. അങ്ങനെ ഇന്ത്യക്ക് ലാഭം വരുന്ന ഒരു പദ്ധതിയിലേക്കാണ് റഷ്യ കാലെടുത്ത് വയ്ക്കുന്നത്. ഇങ്ങനെയൊരു യോഗത്തിൽ തങ്ങളുടെ ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അദാനി ഗ്രൂപ്പോ ഭാരത് ഫോർജോ ഒന്നും തന്നെ തുറന്നു പറയുന്നില്ല. അതീവ രഹസ്യമായി തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രതിരോധ മന്ത്രാലയവും ഇക്കാര്യത്തിൽ ഒരു വ്യക്തത നൽകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഭാരത് ഫോർജിലെ ഒരു ഉദ്യോഗസ്ഥൻ യോഗത്തിൽ പങ്കെടുത്തുവെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇതിനോടകം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ഈ കമ്പനി മിസൈൽ, പീരങ്കി, തോക്ക് ഘടകങ്ങൾ നിർമ്മിക്കുന്നവയാണ്. ടാങ്ക്, വിമാന ഘടകങ്ങൾ ഒക്കെ തന്നെ നിർമ്മിക്കാൻ ഭാവിയിൽ ലക്ഷ്യമിടുന്നുണ്ട്. ഹെലികോപ്റ്റർ നിർമ്മാണത്തിനും റഷ്യൻ വംശജരായിട്ടുള്ള കമ്പനിയുമായി പങ്കാളിത്തം സ്ഥാപിക്കുമെന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു കൂടിക്കാഴ്ച. ടാറ്റ സൺസ്, ലാൻസർ ആൻഡ് ടർബോ, ഭാരത് ഇലക്ട്രോണിക്സ് പോലുള്ള സർക്കാർ ഉടമസ്ഥയിലുള്ള കമ്പനികൾ, ഇവരൊക്കെ തന്നെ ഉൾപ്പെടുന്ന സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഡിഫൻസ് മാനുഫാക്ചേഴ്സ് അഡ്വൈസറി ഗ്രൂപ്പിലെ അംഗങ്ങളും ഈ യോഗത്തിൽ പങ്കെടുത്തുവെന്നാണ് റിപ്പോർട്ടിലൂടെ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. പ്രതിരോധ സഹകരണം കൂടുതൽ ബലപ്പെടുത്തി ഇന്ത്യയും റഷ്യയും മറ്റ് തലങ്ങളിലേക്ക് കാലെടുത്ത് വയ്ക്കുകയാണ്. പുടിൻ്റെ ഇന്ത്യൻ സന്ദർശന വേളയിൽ നൂതന പ്രതിരോധ സാങ്കേതിക വിദ്യകളുടെയും സംവിധാനങ്ങളുടെയും വികസനത്തിന് വേണ്ടിയുള്ള സംയുക്ത ഗവേഷണ വികസനം സംബന്ധിച്ച കരാറിൽ രണ്ട് രാജ്യങ്ങളും എത്തിച്ചേർന്നിട്ടുണ്ട്. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള തങ്ങളുടെ പങ്കാളിത്തം കൂടുതൽ ബലപ്പെടുത്തുക എന്ന ലക്ഷ്യമായിരുന്നു രണ്ട് രാജ്യങ്ങൾക്കും. റഷ്യൻ കമ്പനിയുമായിട്ടുള്ള പ്രധാന കൂടിക്കാഴ്ചയിൽ സ്വകാര്യ ഇന്ത്യൻ ആയുധ നിർമ്മാണ കമ്പനികളുടെ പ്രതിനിധികളും സൈനിക ഉപയോഗത്തിനായി ഡ്രോണുകളും കൃത്രിമ ബുദ്ധിയും വികസിപ്പിക്കുന്ന സർക്കാർ കമ്പനികളും സ്റ്റാർട്ടപ്പുകളും ഒക്കെ തന്നെ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നുവെന്ന് വേണം മനസ്സിലാക്കേണ്ടത്.